Hi everyone, this is Yabin Save from Evica. അങ്ങനെ നമ്മുടെ iOS 18 റിലീസ് ആയതിനു ശേഷം കുറേയധികം മാറ്റങ്ങൾ നമ്മുടെ ഐഫോണിലേക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു iOS 18ൽ കുറേയധികം ഹിഡൻ ഫീച്ചേഴ്സ് ആപ്പിൾ ഒളിപ്പിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഫീച്ചേഴ്സും അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ iOS 18 ബീറ്റ 1ൽ നമുക്ക് പറയാൻ വിട്ടുപോയ കുറച്ച് ഫീച്ചേഴ്സും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് വീഡിയോ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ചാനൽ തന്നെ ഈ ഒരു വീഡിയോ വരും. സോ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. സോ ദിസ് ഇസ് യബിൻ സേവിയർ ഫ്രം എവിക്ക. ഏറ്റവും ആദ്യം ഈ പറയുന്ന വാൾ പേപ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. താഴത്തേക്ക് പോകുമ്പോൾ ഏറ്റവും താഴത്തായിട്ട് നമുക്ക് വാൾ പേപ്പർ സെക്ഷൻ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ തുടക്കം തന്നെ ഫീച്ചേർഡിൽ നമുക്ക് ഈ പറഞ്ഞ iOS 18 കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സിൽ നമുക്ക് ഈ പറയുന്ന വാൾ പേപ്പർ അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ ഫോണിൽ ഈ പറഞ്ഞ iOS 18 സപ്പോർട്ട് ചെയ്യില്ലെങ്കിലും അതേപോലെ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ കറൻറ്റ് iOS 18 അല്ലെങ്കിലും ഈ ഒരു വാൾ പേപ്പർ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതും നല്ല ക്വാളിറ്റി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇവിടെ നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻസ് നമുക്ക് ഇനി മുതൽ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ക്യാമറ മാറ്റി ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ട്രാൻസ്ലേറ്റ്, ഹോം, കാൽക്കുലേറ്റർ എന്നിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കൺട്രോൾ സെൻറ്റർ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ മ്യൂസിക് റെക്കഗ്നേഷൻ ഓൺ ചെയ്തു. അത് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഡൺ ആഡ് കൊടുത്താൽ അതനുസരിച്ചുള്ള ഓപ്ഷൻ നമ്മുടെ ഈ പറയുന്ന വാൾപേപ്പർ സെക്ഷനിൽ വരുന്നതാണ്. അടുത്ത് വരുന്ന മാറ്റം ഒരു ഹിഡൻ ഡീറ്റെയിൽ ആണ്. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. ഈ പറഞ്ഞ iOS 18 നമ്മുടെ ഈ പറഞ്ഞ വോളിയം റോക്കേഴ്സും അതേപോലെ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിലായിട്ട് ചെറിയൊരു ആനിമേഷൻ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഡിവൈസിൽ ഇപ്പോൾ കറൻ്റ്ലി അത് കാണിക്കുന്നില്ല. പക്ഷേ സെലക്റ്റഡ് ആയ ചില ഡിവൈസിൽ എനിക്ക് തോന്നുന്നു 15 അല്ലെങ്കിൽ 15 Pro ലേറ്റർ അങ്ങനെ സെലക്റ്റഡ് ആയ ഡിവൈസുകളിൽ ഈ പറയുന്ന വോളിയം റോക്കറിനും ഈ ഒരു നമ്മുടെ ലോക്ക് ബട്ടണും ആ ഒരു ചെറിയ ആനിമേഷൻ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് നോക്കേണ്ടി വരും. കാരണം ആ ഒരു ചെറിയ ഡീറ്റെയിലിങ്, ആ ഒരു ചെറിയ ആനിമേഷനാണ് ഈ പറഞ്ഞ ആപ്പിളായിട്ട് തിരിച്ചു വെക്കുന്നത്. ഇനി വന്നിരിക്കുന്ന മേജർ മാറ്റം നമ്മുടെ കാൽക്കുലേറ്റർ ആപ്പിലാണ്. അതിന് ഈ നേരെ കാൽക്കുലേറ്റർ ആപ്പിലേക്ക് പോകാം. ഇവിടെ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്കൊരു സിമ്പിൾ കാൽക്കുലേറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററീസ് ഇനി മുതൽ കാണാൻ പറ്റും. അതേപോലെ ഓരോ നമ്പറിന് ശേഷം ഇപ്പോൾ നമുക്ക് ബാക്ക് സ്പേസിൻ്റെ ആ ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. പണ്ട് നമുക്കിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോഴായിരുന്നു ആ ഒരു നമ്പർ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ബാക്ക് സ്പേസിൻ്റെ ഓപ്ഷൻ കാൽക്കുലേറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ അഡ്വാൻസ് കാൽക്കുലേറ്റർ സെറ്റപ്പിലേക്ക് പോവാം. ഇവിടെ ഈ ഒരു കാൽക്കുലേറ്റർ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ മൂന്നല്ല 4 ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ബേസിക്, സയൻറ്റിഫിക്, മാത്ത്, നോട്ട്, കൺവേർട്ട് എന്ന്. സയൻറ്റിഫിക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സയൻറ്റിഫിക് സെലക്ട് ചെയ്യുമ്പോൾ സൈൻ, കോസ്, തീറ്റ, ടാൻ എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഒരു നമ്മുടെ ഈ പറഞ്ഞ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലെ കാസിയോടൊക്കെ ആ സെയിം ഓപ്ഷൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു കാര്യം ബേസിക്കിലേക്ക് മാറ്റാം. അതിനുശേഷം കൺവേർട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പല കാര്യങ്ങളും കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ആൻസർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും USD മാറി യൂറോ ആവുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി ഈ പറഞ്ഞ USDയിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ വരുന്നുണ്ട്. ഇവിടെ ആംഗിൾ, ഏരിയ, കറൻസി, ഡാറ്റ, എനർജി, ഫോഴ്സ്, ഫ്യൂവൽ, ലെങ്ത്, പവർ എന്നിങ്ങനെ കുറേയധികം ഓപ്ഷൻസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഓരോ കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് അതിന് വേണ്ടുള്ള ആ ഒരു യൂണിറ്റും ബാക്കി കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ ഈ ഒരു പുതിയ കാൽക്കുലേറ്ററിൽ നമുക്ക് പറ്റും. അതേപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കൺവേർട്ട് ഓഫ് ചെയ്യാം. അതിനുശേഷം മാത്ത്, നോട്ട് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ നോട്ട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് സെപ്പറേറ്റ് നോട്ട് ആപ്പാണ്, അല്ലെങ്കിൽ നോട്ട് ആപ്പ് അല്ല, സെപ്പറേറ്റ് ഒരു നോട്ട് സെക്ഷനാണ്. ഇവിടെ നമുക്ക് ഈ പറയുന്ന ആഡ് ഓപ്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓപ്ഷനിൽ പോവാം. അതിനുശേഷം നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യാണ്. ഈ ഒരു പെൻ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ജസ്റ്റ് നമുക്കൊരു മാത്ത് ട്രൈ ചെയ്ത് നോക്കാം. ചില സമയത്ത് ബഗ്ഗി ആവാറുണ്ട്, ചെറിയൊരു സ്ലോ ഉണ്ട്, എന്നാലും നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യം നമുക്ക് മായ്ച്ച് നോക്കാം. എന്നിട്ടൊന്നും കൂടെ റൈറ്റ് ചെയ്ത് നോക്കാം.
ഇസിക്കൽ ടു ഇട്ടപ്പോൾ ആ ഒരു ആൻസർ വന്നിട്ട്. ഇതേപോലെ നമ്മുടെ ഐപാഡിൽ ഇതിലും അടിപൊളിയായിട്ട് നമുക്ക് നോട്ട്സ് ആപ്പിൽ ചെയ്യാൻ പറ്റും. ഇത് ഐഫോണിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലിമിറ്റഡ് ആണ്, എന്നാൽ പോലും ഇതേപോലെ ഓരോ കാര്യങ്ങളുടെയും ആൻസർ സിമ്പിളായിട്ട് നമ്മുടെ മാത്ത് നോട്ടിൽ കൂടെ ഈ പറഞ്ഞ കാൽക്കുലേറ്റർ ആപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് എവിടെയെന്ന് വെച്ചാൽ സ്റ്റുഡൻസിനെയും കാട്ടും കൂടുതൽ പ്രൊഫഷണൽസ്, ഈ പറഞ്ഞ സയൻറ്റിസ്റ്റുമാർ, അതേപോലെ ഫിസിക്സ് യൂസ് ചെയ്യുന്ന കുറേയധികം കൂട്ടുകാരുണ്ടാവും, അല്ലെങ്കിൽ കുറേയധികം പ്രൊഫഷണൽസ് ഉണ്ടാവും. അങ്ങനത്തെയുള്ള ആൾക്കാർക്കാണ് ഈ പറഞ്ഞ ആംഗിൾ, വെലോസിറ്റി, വെയിറ്റ്, അതേപോലെ യൂണിറ്റ് എല്ലാം ഏറ്റവും വേഗത്തിൽ കണ്ടുപിടിക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് അവരുടെ വർക്ക് ഏറ്റവും സിമ്പിളാക്കാനും പറ്റുന്നത്. ക്രേക്ക് പറഞ്ഞ പോലെ അവർ ഒരു കാൽക്കുലേറ്റർ പുതിയ റീഇൻവെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഒരു പ്രോമിസ് ആപ്പിൾ ഇവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത വരുന്ന മാറ്റം നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. ആൾക്കാർ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ കൂടെയാണ് ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക് എന്ന് പറയുന്നത്. കാരണം ആപ്പിൾ മ്യൂസിക്കിൽ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ സ്പോട്ടിഫൈനെ വെച്ച് നോക്കുമ്പോൾ ആപ്പിൾ മ്യൂസിക് കുറേ അധികം ബെറ്ററാണ്. നമുക്ക് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിൽ ആപ്പിൾ മ്യൂസിക്കാണ് പിന്നെയും കുറച്ചും കൂടെ ലാഭം. അതേപോലെ നമുക്ക് ഹൈ റെസ്, ലോസ്ലെസ്, സ്പേഷ്യൽ ഓഡിയോ, അതേപോലെ കുറേ അധികം ഓപ്ഷൻസ് ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് താഴത്തേക്ക് പോകാം. ഒരു ആൽബം എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ആൽബത്തിൻ്റെ പാട്ടുകളുടെ എല്ലാ പേരും കുറച്ചുകൂടെ തിന്നായിട്ടും, അതേപോലെ ഈ പറഞ്ഞ കുറച്ച് സ്ഥലം കുറച്ച് കൺസ്യൂം ചെയ്യാതെയാണ് ഈ പറയുന്ന പാട്ടുകൾ വന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ഈ പറയുന്ന പാട്ടിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോയി ക്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് പഴയ ഒരു ഓപ്ഷൻ അല്ല കിട്ടുന്നത്. നമുക്ക് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ വെൽതായിട്ടുള്ള ഐക്കൺസും ബാക്കി കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ജസ്റ്റ് ഞാനിപ്പോൾ പാട്ട് പ്ലേ ചെയ്യാം. പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോയി അതിനുശേഷം നമ്മൾ കൺട്രോൾ സെൻറ്റർ എടുത്ത് നമ്മുടെ ഈ പറയുന്ന ഷെയർ ഷീറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെയർ പ്ലേയിലെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അൺഫോർച്യുനേറ്റ്ലി പെട്ടെന്ന് നമ്മുടെ ഈ പറഞ്ഞ ഹോം പോഡ് കണക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പോയത്. നമുക്കറിയാം iOS 18 കുറേ ബഗ്ഗിയാണ്, എന്നാലും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനും കാര്യങ്ങളും നോക്കാനും പറ്റില്ല. ജസ്റ്റ് കൺട്രോൾ സെൻറ്ററിലേക്ക് പോവാം. ഇവിടെ യാതൊന്നും വന്നിട്ടില്ല. നമുക്ക് ഈ പറഞ്ഞ താഴത്തേക്ക് മ്യൂസിക് ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ മ്യൂസിക് ഓപ്ഷൻ വന്നപ്പോൾ നമ്മുടെ ഐഫോണിൽ പാട്ട് പ്ലേ ആവുന്നുണ്ട്, പക്ഷേ കറക്റ്റായിട്ട് ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല. കാരണം നമുക്കറിയാവുന്ന പോലെ iOS 18 കുറച്ചധികം ബഗ്ഗിയാണ്. ആ ഒരു കാര്യം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാതിരിക്കാൻ. എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു പാട്ടിൻ്റെ കളർ ഗ്രേഡിയൻ്റാണ് ഈ പറഞ്ഞ കൺട്രോൾ സെൻറ്ററിൽ വന്നിരിക്കുന്നത്. ഇതേപോലെ ഓരോ പാട്ടിൻ്റെ കളർ ഗ്രേഡിങ് നമ്മുടെ ആ ഒരു പാട്ടിനനുസരിച്ച് മാറുന്നതായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ ഞാൻ വേറൊരു ട്രാക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ട്രാക്ക് പ്ലേ ആവുന്നുണ്ട്. കൺട്രോൾ സെൻറ്റർ എടുക്കാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ട്രാക്ക് ഇപ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ആ ഒരു കളർ ഗ്രേഡിയൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ ഓരോ പാട്ടുകൾക്കും ആ ഒരു കളർ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിൽ വന്നിരിക്കുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു മാറ്റമാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സ്വിഗ്ഗിയിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡൈൻ ഔട്ടിന് തൊട്ട് താഴത്ത് കുറച്ചധികം ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഒരു വിജിറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു നേരത്തെ കണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ആപ്പ് ഫോമാറ്റിലേക്ക് തിരിച്ചു പോകുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഹെൽത്ത് ആപ്പ് സെലക്ട് ചെയ്യാം. ഹെൽത്ത് ആപ്പിനും അതേപോലെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഒരു വിജിറ്റായിട്ട് അത് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വിജിറ്റായിട്ടും ആ ഒരു വിജിറ്റ് ആപ്ലിക്കേഷനായിട്ടും വേഗം സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ iOS 18 വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിജിറ്റ് ആക്കാൻ പറ്റും. വിജിറ്റ് ഒരു ആപ്ലിക്കേഷനും ആക്കാൻ പറ്റും. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ iMessageലാണ്. iMessageൽ ആൻഡ്രോയിഡ് യൂസേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ RCS സർവീസ്, അതായത് റിച്ച് കമ്മ്യൂണിക്കേഷൻ സർവീസ് നമ്മുടെ ഐഫോണിൽ iOS 18 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സായിട്ട് മെസ്സേജ് ചെയ്യാൻ നേരം ഇപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു 100 രൂപ ഈ പറഞ്ഞ ഫുഡിന് ഒരു കാശ്, അതിന് പോകുമ്പോൾ പിന്നെ വണ്ടിക്ക് ഒരു 2500 രൂപ ആഡ് ചെയ്തു, അത് നമ്മൾ പ്ലസ് ചെയ്തു. അതിനുശേഷം ഈ പറയുന്ന 200 രൂപ ഇപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പെൻസ്, ഒരു ചെറിയൊരു എക്സ്പെൻസ് നമ്മൾ മൈനസ് ചെയ്തു 200 രൂപ. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ ഇസിക്കൽ ടു ടാപ്പ് ചെയ്യുകയാണെങ്കിൽ
ഓൾറെഡി നമുക്ക് ആ വരുന്ന ഫണ്ട് ഇവിടെ വരുന്നതാണ്. ഇതേപോലെ എളുപ്പത്തിന് നമുക്ക് iMessageലൂടെയും ഈ പറഞ്ഞ മാത്സ് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കണക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ട്രിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ആ ഒരു കണക്ക് നമ്മൾ കാൽക്കുലേറ്റർ ആപ്പിൽ പോയി കണക്ക് കൂട്ടി ആ ഒരു ആൻസർ എടുക്കാതെ തന്നെ ഈ പറഞ്ഞ iMessageലൂടെ തന്നെ ഈ പറഞ്ഞ കണക്കുകളും ബാക്കി കാര്യങ്ങളും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ iOS 8ൻ്റെ കുറേയധികം ഹിഡൻ ടിപ്സും ട്രിക്സും മാത്രമാണ്. ഇനിയും കുറേയധികം ഓപ്ഷൻസ് നമ്മുടെ iOS 18 വരുന്നുണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് വരും. സോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഇതേപോലുള്ള ഹിഡൻ ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുക. സോ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ എല്ലാ കൂട്ടർക്കും ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയറും ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും ഇൻസ്റ്റാഗ്രാമിലേക്കും ഫോളോ ചെയ്യാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. എന്തായാലും ഫോളോ ചെയ്യുക, അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. അതോടൊപ്പം മലയാളത്തിൽ നിങ്ങൾക്ക് ന്യൂസ് വായിക്കണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ വെബ്സൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. എവിക്കയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവ്യ ഫ്രം എവിക്ക.